വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ മോന് പായസം വേണമെന്ന് പറഞ്ഞു. വൈകുന്നേരം മുതൽ പറയുകയാണ്. അവൻ വൈകിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി. അപ്പോഴത്തേക്ക് ഒരു 6, 6:30, 7 മണിയായപ്പോഴത്തേക്ക് പായസത്തിൻ്റെ സാധനം മേടിക്കാനായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വന്നു. എന്തായാലും വെർമിസലി പായസം വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ഫാമിലി മാറ്റേഴ്സൊക്കെ ചെറിയ രീതിയിലൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ, എൻ്റെ മോന്, എൻ്റെ ഹസ്ബൻഡ് അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞങ്ങളിപ്പോൾ ചെറിയൊരു ബിസിനസ്സൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മുടെ ഫാമിലി എന്ന് വെച്ചാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കിട്ടാവുന്ന പണിയൊക്കെ ഏത് വഴി വരുന്നോ അതെല്ലാം ഇറന്നു വാങ്ങുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. അങ്ങനെ നമ്മൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഹോസ്റ്റലാണ്. അപ്പോൾ ആ ഹോസ്റ്റലൊക്കെ ആയിട്ട് ഒന്നും ഓൺ ബിൽഡിംഗ് അല്ല, റെൻറ്റിനെടുത്ത് നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെ സന്തോഷകരമായിട്ട് ജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു 2 വർഷം കഴിയുമ്പോഴാണ്, കല്യാണം കഴിഞ്ഞൊരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നത്. പ്രഗ്നൻ്റ് ആവുന്ന സമയം തൊട്ടാണ് നമുക്ക് നമ്മുടെ കാലക്കേടെന്ന് വെച്ചാൽ കാലക്കേടിൻ്റെ പെരുമഴ തുടങ്ങിയത്. പെരുമഴ എന്ന് പറയുമ്പോൾ ഒരു പ്രഗ്നൻസി സമയത്ത് എനിക്ക് എൻ്റെ അവിടുത്തെ അമ്മ അങ്ങനെയൊന്നുമില്ല. എൻ്റെ അച്ഛാമ്മ മരിച്ചത് ഞാൻ +1 പഠിക്കുമ്പോഴാണ്. അച്ഛാമ്മയും അച്ഛനും കൂടെയാണ് എന്നെ വളർത്തിയത്. അങ്ങനെ പ്രഗ്നൻസി സമയത്ത് ആദ്യത്തെ 3 മാസം പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴും ഞാൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. 3-ാമത്തെ മാസത്തിലെ ആദ്യത്തെ ചെക്കപ്പിലാണ് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് അറിയുന്നത്. ഷുഗർ എന്ന് പറയുമ്പോൾ ഒരു 152, 62 ആ ഒരു റേഞ്ചിലായിരുന്നു നിന്നത്. ഗ്ലൂക്കോസ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടും ആ ഒരു റേഞ്ചിലായിരുന്നു നിന്നത്. പക്ഷേ അവർ ഇൻസുലിൻ എടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് മെഡിക്കൽ കോളേജ് SAT തന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. ഇൻസുലിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഇൻസുലിൻ സ്റ്റാർട്ട് ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് വന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം പിറ്റേന്ന് അഡ്മിറ്റ് ആകാനായിട്ട് പിറ്റേന്ന് അഡ്മിറ്റ് ആവാൻ പോയില്ല. അതിൻ്റെ പിറ്റേന്നാണ് നമുക്ക് ഈ റിസൾട്ട് എല്ലാം കൈ കിട്ടുന്നത്. അങ്ങനെ പിറ്റേന്ന് പോകണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ബ്ലീഡിങ് ആകുന്നത്. 3-ാം മാസം ബ്ലീഡിങ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് ടെൻഷനായിപ്പോയി. ആരുമില്ല, ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. പിന്നെ ഹോസ്റ്റലും കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ടെൻഷനായി. പെട്ടെന്ന് തന്നെ നമ്മൾ മെഡിക്കൽ കോളേജ് SAT-ലെത്തിയപ്പോൾ അവർക്കൊരു മയം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. അവരിതെല്ലാം കണ്ട് നല്ല ശീലമായിട്ടുള്ള ഇതല്ലേ. അങ്ങനെ SAT-ൽ അവർ ഉള്ളു പരിശോധിക്കാനെന്നും പറഞ്ഞ് പെട്ടെന്ന് പിടിച്ചകത്ത് കയറ്റി. അതും ഒരു മനുഷ്യത്വപരമായിട്ടുള്ള രീതിയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. അവർ കാരണമാണ് ഞാനും കുഞ്ഞും ജീവനോട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, എല്ലാം അഡ്ജസ്റ്റ് ആകാം. അങ്ങനെ അവർ പെട്ടെന്ന് അഡ്മിറ്റാക്കി ഹസ്ബൻഡിനോട് പറഞ്ഞു ഒരു 99% കുഞ്ഞ് അബോർട്ടായി പോകുന്നു. നമ്മളത് കേൾക്കുമ്പോൾ ഉള്ള പേരൻസിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അങ്ങനെ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഹെവി ബ്ലീഡിങ്. ഹസ്ബൻഡിന് വാർഡിലോട്ട് കയറാൻ പറ്റില്ലല്ലോ, അടുത്ത ആരുമില്ല. ഞാനും ഹസ്ബൻഡും മാത്രം. ഹസ്ബൻഡ് വെളിയിൽ നിൽക്കുന്നു, ഞാൻ അകത്ത് കിടന്ന് അനുഭവിക്കുന്നു. അങ്ങനെ രാത്രിയായി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് അവർക്ക് അകത്തിരിക്കാനുള്ള ഇതൊന്നും ഇല്ല. അങ്ങനെ പിന്നെ ഹസ്ബൻഡിൻ്റെ മൂത്തമ്മേനെ ഏൽപ്പിച്ചിട്ട് അവർ പോയി. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ, ഹസ്ബൻഡ് അവിടെ വെളിയിൽ വെയിറ്റിംഗ് ആണ്. പിന്നെ ബാത്റൂമിൽ എപ്പോൾ പോയാലും ബ്ലഡ് കുടത്തിൽ നിന്ന് കമത്തുന്ന പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണമെന്നൊന്നും അറിയത്തില്ല. അവർ വന്നിട്ട് ആ ബ്ലഡിനകത്ത് ഇങ്ങനെ എന്തോ സംഭവം വെച്ചിട്ട് ഇങ്ങനെ തട്ടി നോക്കുന്ന ബോഡി പാർട്സ് കുഞ്ഞിൻ്റെ ഉണ്ടോ, അത് നമ്മളടുത്ത് ഓപ്പണായിട്ട് അവരങ്ങ് പറയാണ്. അങ്ങനെ പിന്നെ പോയി പിറ്റേന്ന് അവർ ബെഡിൽ കിടന്നു. ബെഡിൽ ബ്ലീഡിങ് എല്ലാം ബെഡിലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അവർ അനങ്ങരുതെന്ന് പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നിട്ട് എന്തുകൊണ്ട് എണീറ്റ് ഫ്രഷ് ആയില്ല എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വഴക്ക് പറയുന്നു. നമ്മളോട് ഒരു ഡോക്ടർ അനങ്ങരുതെന്ന് പറയുന്നു, അടുത്ത ഡോക്ടർ വന്നിട്ട് ഫ്രഷായിട്ട് പരിശോധിക്കാനിരുന്നില്ലെന്നും പറഞ്ഞ് വഴക്ക് പറയുന്നു. ആ ഒരു അവസ്ഥയൊക്കെ കൂടാരും ഇല്ല. അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരവസ്ഥ. പിന്നെ നമ്മുടെ മൂത്തമ്മയാണ് കൂടെ ഉള്ളത്. മൂത്തമ്മയാണെങ്കിൽ എനിക്ക് രാവിലെ ഞാൻ ഒന്നും കഴിക്കാത്തത് കൊണ്ട് മൂത്തമ്മയ്ക്കും വയ്യാത്തതായിരുന്നു. അങ്ങ് മെയിൻ റോഡിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവരുമായിരുന്നു. ബാക്കി കഥ അടുത്ത ഇതിൽ.